ജാതകം രചന ഐൻ അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. ജിനിയുടെ കല്യാണ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഫൈനാൻസിലേക്ക് ഇറങ്ങിയതായിരുന്നു ജീവൻ. കയ്യിലെ കാശൊക്കെ ഒരുവിധം വറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഫൈനാൻസിൽ ചെന്ന് അവിടെയുള്ള കാശൊക്കെ എടുക്കണം. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കുറച്ചുനാൾ മുന്നോട്ട് നീങ്ങാൻ. കൈവിട്ട കളിയാണ്, സാറില്ല, കുറച്ച് കഴിയട്ടെ. അപ്പോഴേക്കും വാങ്ങിയ പൈസയൊക്കെ വൈദ്യയെ തിരിച്ചു തരും. പിന്നെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങാം. പതുക്കെ വൈദ്യയെ സോപ്പിട്ട് കുറച്ചുകൂടി കാശ് വാങ്ങിയെടുക്കണം. അവളുടെ കയ്യിൽ പൂത്ത കാശുണ്ട്. അതൊക്കെ തനിക്കല്ല, പിന്നെ വേറെ ആർക്കുള്ളതാ. അത് കഴിഞ്ഞ് ആവണി എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഒഴിവാക്കണം. എന്നിട്ട് വേണം വൈദ്യയും കെട്ടി അവിടെ ബാക്കിയുള്ള പൈസയും കയ്യിലാക്കി സുഖമായിട്ട് ജീവിക്കാൻ. ഹോ, എന്തുവാണോ ഇത്? എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? കൈ ഒടിഞ്ഞ കാരണം കാർ ഓടിക്കാൻ പറ്റാത്തതിനാൽ വീടിനടുത്തുള്ള ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് ജീവൻ ഫൈനാൻസിലേക്ക് ഇറങ്ങിയത്. വണ്ടിയൊന്ന് കുലുങ്ങിയപ്പോൾ ഒടിഞ്ഞ കൈ ഓട്ടോറിക്ഷയുടെ സൈഡിൽ കൊണ്ടിടിച്ചു. ജീവന് നന്നായി വേദന എടുക്കുകയും ചെയ്തു. പൊന്നു ചേട്ടാ, ചേട്ടനോട് എത്ര തവണ പറഞ്ഞു റോഡിൽ കുഴിയുണ്ട്, വണ്ടിയിൽ പിടിച്ചിരിക്കാൻ. ഓട്ടോക്കാരൻ പയ്യൻ പിന്തിരിഞ്ഞു പറഞ്ഞപ്പോൾ അവനെ നോക്കി ചുണ്ടുകളനക്കി ശബ്ദമില്ലാത്ത വിധത്തിൽ ജീവൻ ചീത്ത വിളിച്ചു. വൈദേഹിമൊത്തുള്ള സുഖജീവിതം സ്വപ്നം കണ്ടിരുന്നപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പയ്യൻ പറഞ്ഞൊന്നും കേട്ടില്ലായിരുന്നു. ഇനി എത്ര നാൾ ഇവന്റെയൊക്കെ വണ്ടിയിൽ താൻ നടക്കണോ ആവോ? തന്റെ ഒടിഞ്ഞ കൈയിലേക്ക് നോക്കി ജീവൻ നെടുവീർപ്പെട്ടു. ആ നാറി സിദ്ധാർത്ഥാണെങ്കിൽ വലത്തെ കൈ നോക്കി തന്നെയാണ് പണിയെന്ന്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. അപ്പോഴേക്കും ഫൈനാൻസ് എത്തിയിരുന്നു. ഇടത് കൈ കൊണ്ട് പേഴ്സ് എടുത്ത് കാശ് ഓട്ടോറിക്ഷക്കാരന് കൊടുത്തു. ഇടത് കൈ കൊണ്ടൊന്നും ചെയ്ത് ശീലമില്ലാത്തതിനാൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും വല്ലാതെ പണിപ്പെടുന്നുണ്ട്. ഫൈനാൻസിലേക്ക് കയറി ചെന്നപ്പോൾ സ്റ്റാഫുകൾക്കൊക്കെ ആകെ ഒരു അങ്കലാപ്പ് പോലെ. മാനേജറായ ജെറി അവനെ കണ്ടപ്പോഴേക്ക് ഓടി വന്നു. എന്താണ് എല്ലാറ്റിനെയും മൊത്തൊരു പരിങ്ങൽ പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്, സാറിനൊന്ന് വിളിക്കാൻ നിൽക്കരുത് ഞാൻ. ആകുമ്പറും ചെറിയൊന്ന് തലയുറിഞ്ഞപ്പോൾ ജീവനാകെ പരിഭ്രമം തോന്നി. ഇവിടെ കൂടി ഇനി കുഴപ്പമുണ്ടാകാൻ ബാക്കിയുള്ളൂ, അല്ലാതെ നാട്ടിലും വീട്ടിലും ഒക്കെ കുഴപ്പമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടോ, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. അത് പിന്നെ സാർ, 1-2 ഇൻവെസ്റ്റേഴ്സ് പൈസ പിൻവലിക്കാൻ വന്നിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞുള്ള ഡേറ്റ് ഇട്ട് ഞാൻ ചെക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ജെറി പറഞ്ഞു കേട്ട് ജീവൻ തലയിൽ കൈവച്ച് പോയി. താനെന്ത് തേങ്ങക്കാട് അങ്ങനെ ചെയ്ത്? 2 ആഴ്ച കഴിഞ്ഞിട്ട് നിന്റെ അപ്പൻ അക്കൗണ്ടിൽ പൈസ വെച്ച് കൊടുക്കോ? തൻ്റെ അപ്പനെ വിളിച്ച് കേട്ട് ജെറി ഒന്ന് പല്ലടിച്ചെങ്കിലും ഇനി ഇവിടുന്ന് പലതും കട്ടുമുടിക്കാനുണ്ടെന്നോർത്ത് സംയമനം പാലിച്ചു. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? സാറിന് അറിയില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ചെക്ക് കൊടുക്കാതിരുന്ന അവന്മാർ ഡൗട്ട് അടിക്കും. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് മനസ്സിലാക്കും. ബാക്കി ഇൻവെസ്റ്റേഴ്സും കാര്യം അറിയും. അപ്പൊ പിന്നെ പടകളൊക്കെ ഒരുമിച്ച് ഇറങ്ങി വന്നോളൂ. അപ്പൊ അവന്മാരുടെയൊക്കെ വായിന്ന് തന്തക്കുള്ളി സാറി കേൾക്കേണ്ടി വരും. ജെറി പറയുന്നത് ശരിയാണ്. തിരിച്ചൊന്നും പറയാനാവാതെ ജീവൻ തന്നെ നെറ്റിയൊന്നും ഒഴിഞ്ഞു. എടോ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തന്നെ കാര്യം ചെയ്യും, ബാക്കിയുള്ളവരെ കൂടെ കാര്യം അറിയിക്കണ്ട. ആ കുറി വെച്ച ആൾക്കാരുടെ പൈസ എന്തെങ്കിലും പോയി അക്കൗണ്ടിൽ എടുത്തിട്ട് തൽക്കാലം കൊണ്ട് പിടിച്ചേക്കാം. പിന്നെ കാര്യം പിന്നെ നോക്കാം. വലിയ കാര്യത്തിൽ ജീവൻ പറയുന്ന കേട്ടപ്പോൾ ജെറി തന്റെ മുഖത്ത് വിരിയാൻ വന്ന ചിരിയൊന്ന് അടക്കി പിടിച്ചു. സാറിന് വല്ല ഓർമ്മക്കുറവുണ്ടോ? ഏത് കുറി വെച്ച കാശ്? കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ട് പെങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞ് ഉള്ളൊക്കെ വാരിക്കൊണ്ടുപോയത് ഓർമ്മയില്ലേ? അടുത്ത മാസം കുറിക്കാരൻ്റെ പൈസ തിരിച്ചു കൊടുക്കേണ്ടതാ. നയാ പൈസ പോലും അക്കൗണ്ടിൽ കിടപ്പില്ല. അതെല്ലാം ഇനി ഒപ്പിട്ട് സാറ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഞാനോ? ജീവൻ അന്തിച്ച് ചോദിച്ചു. അതുകൊള്ളാം, പിന്നെ ഞാനാണോ? ജെറിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ശരി, താഴ്ന്ന പോയിക്കോ. എന്തുവേണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. തൽക്കാലം ഇൻവെസ്റ്റേഴ്സിന്റെ കാശ് അക്കൗണ്ടിലിടാനുള്ള വഴി നോക്കട്ടെ. ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാം. പിന്നെ ഒരു കാര്യം, താനിതാരോടും പോയി പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഇതെങ്ങാനും പുറത്തെറിഞ്ഞാൽ പിന്നെ ഫൈനാൻസ് പൊളിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ കുറെ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്ന് ബഹളം കൂട്ടും. ജെറിയോട് ഒരു താക്കീത് പോലെ ജീവൻ പറഞ്ഞു. ഇല്ല, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. ജീവൻ അത് പറഞ്ഞപ്പോൾ തന്നെ ഈ കാര്യം ആരോടൊക്കെ പറയണമെന്ന് ഒരു ലിസ്റ്റ് ജെറി തന്റെ മനസ്സിൽ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ജെറി പോയി കഴിഞ്ഞപ്പോൾ ജീവൻ തലയിൽ കൈ കൊടുത്തിരുന്നു. ഈ കണ്ട ലക്ഷങ്ങൾ എവിടുന്ന് ഉണ്ടാക്കിയിടാനാണ്? ഉള്ള സ്വർണങ്ങളും പോയി, ഫൈനാൻസിന്റെ ആധാരവും പോയി. വീടിന്റെ ആധാരമാണെങ്കിൽ ബാങ്കിൽ കിടന്ന് പലിശ വരികയാണ്. 4-5 തവണ അവിടുന്ന് വിളിച്ചു വന്നെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ബാങ്കുകാർ എന്തെങ്കിലും നടപടിയെടുക്കും. എന്ത് ചെയ്യണമെന്നൊരു എത്തുമ്പിടിയും ജീവന് കിട്ടിയില്ല. എല്ലാറ്റിൻ്റെയും അവസാനം വൈദേഹിയുടെ മുഖമാണ് അവന്റെ മനസ്സിൽ തെളിഞ്ഞത്. അവളുള്ളപ്പോൾ താൻ എന്തിനു വിഷമിക്കണം? വൈദേഹിയുടെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി ജീവൻ ആലോചനയോടെ ഇരുന്നു. അന്നത്തെ സംഭവം കഴിഞ്ഞാൽ പിന്നെ വൈദേഹി തറവാട്ടിലേക്ക് അങ്ങനെ പോവാറില്ല. അങ്ങോട്ട് കയറിയ കാറ് തല്ലിയൊടിക്കെന്നാണ് സിദ്ധാർത്ഥ് പറഞ്ഞിട്ടുള്ളത്. പരമേശ്വര മാമ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ കൺമുമ്പിൽ ചെന്ന് പെട്ടാൽ കാല് തല്ലിയൊടിച്ചില്ലെങ്കിലും അതിനോട് അടുത്ത വല്ല പ്രവൃത്തിയും ചെയ്തു വന്നിരിക്കും. തൽക്കാലം ദേഹത്ത് പരിക്ക് പറ്റുന്ന കാര്യമൊന്നും ആലോചിക്കാനേ വയ്യ. അതുകൊണ്ട് അവിടെ പോകാതിരിക്കുന്നതന്നെയാണ് നല്ലതെന്ന് വൈദേഹിക്ക് തോന്നി. ഉഷയുടെ കാര്യങ്ങളൊക്കെ വൈദേഹി അപ്പോൾ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ വൈദേഹിയെ കഷ്ടപ്പെടുത്തിയിട്ട് സുഖമായിട്ട് അവൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പണി തന്നെ കൊടുത്ത്. ഇനി അവൾ കിടക്കട്ടെ, ജീവിതകാലം മുഴുവൻ കിടക്കയിൽ തന്നെ കിടക്കട്ടെ. 2 ദിവസമായി സിദ്ധാർത്ഥിനെ പുറത്തേക്ക് കാണാറില്ല. മേഘയെയും അല്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മേഘ ശിവന്റെ അമ്പലത്തിൽ പോകുന്ന കാണാറുണ്ട്.
മേഘയെ പുറത്ത് കാണാത്ത ചിലപ്പോൾ പീരീഡ്സ് ആയിട്ടോ മറ്റാണെന്ന് കരുതാം. പക്ഷെ സിദ്ധാർത്ഥ് അങ്ങനെ വീട്ടിൽ അടയിരിക്കുന്ന ടൈപ്പല്ലല്ലോ. വൈദ്യയിൽ ചില സംശയങ്ങൾ ജനിച്ചു. 1-2 ദിവസം കൂടെ അവൾ കാര്യമായിട്ട് തന്നെ നിരീക്ഷിച്ചു. ഇല്ല, പുറത്തേക്ക് അവരെ കാണുന്നില്ല. അവനിനി തന്റെ കണ്ണുവെട്ടിച്ച് അവളെയും കൊണ്ട് പോയോ? ഇതിപ്പോ ആരോടൊന്നും ചോദിക്കും? അമ്മമ്മയെ കാണാനെന്ന് പറഞ്ഞ് അടുത്ത കാലത്തൊന്നും തറവാടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? 2-3 ദിവസം കൂടെ വൈദ്യ തറവാടിന്റെ പരിസരത്തൊക്കെ വെറുതെ ചുറ്റിക്കറങ്ങി നോക്കി. സിദ്ധാർത്ഥും മേഘയും തറവാട്ടിൽ നിന്ന് അവൾക്ക് ഏറെക്കുറെ ഉറപ്പായി. ഒരു ദിവസം അപ്രതീക്ഷിതമായി തറവാടിലെ ഡ്രൈവർ അവളുടെ കൺമുമ്പിൽ വന്ന് പെടുകയും ചെയ്തു. കഥകളൊന്നും അറിയാത്ത അയാൾ സിദ്ധാർത്ഥ് മേഘയും കൂടി ചെന്നൈയിലേക്ക് പോയെന്ന് വൈദേഹിയോട് പറഞ്ഞു. കാര്യം ഉറപ്പായതോടെ ഭ്രാന്ത് പിടിച്ച പോലെയായി വൈദേഹിക്ക്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എങ്ങനെ അവരെ നാട്ടിലേക്ക് വരുത്തും? ബലിക്കാണെങ്കിൽ അധിക ദിവസമില്ല. എങ്ങനെ മേഘയെ നാട്ടിലേക്ക് വരുത്തുന്നോർത്ത് വൈദേഹി തലപോച്ച് നടന്നു. മേഘക്കും സിദ്ധാർത്ഥിനും ചെന്നൈയിലേക്കുള്ള യാത്ര അവരുടെ ഒരു ഹണിമൂൺ ട്രിപ്പ് കൂടെ ആയിരുന്നു. സ്വന്തം നാടും വീടും വിട്ട് അകലെയൊന്നും പോകാത്ത മേഘക്ക് ചെന്നൈ നഗരം ഒരു അത്ഭുതം തന്നെയായിരുന്നു. ചെന്ന് 2 ദിവസം ഫ്ലാറ്റ് അടുക്കിലോ ഒതുക്കിലൊക്കെയായി കഴിഞ്ഞുപോയി. അതിൻ്റെ അടുത്ത ദിവസം തൊട്ട് സിദ്ധാർത്ഥ് മേഘയും കൊണ്ട് സ്ഥലങ്ങൾ കാണാനായി ഇറങ്ങി. ചെന്നൈയിൽ ഇനി അവർ പോവാത്ത സ്ഥലങ്ങളൊന്നുമില്ലെങ്കിലും മേഘയും കൂട്ടിയുള്ള യാത്ര അവനും പുതിയൊരു അനുഭവമായിരുന്നു. വന്നിറങ്ങിയ മുതൽ രാത്രിയായതിനാൽ റെയിൽവേ സ്റ്റേഷൻ ശരിക്കും കണ്ടില്ലെന്ന് മേഘ ഒരു വെറും വാക്ക് പറഞ്ഞു. കാരണം ആദ്യം അവൻ മേഘയും കൊണ്ടുപോയത് സെൻട്രൽ സ്റ്റേഷനിലേക്കായിരുന്നു. അവിടുന്ന് പിന്നെ പോയത് എക്സ്പ്രസ് അവന്യൂവിലേക്കായിരുന്നു. ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലം കൂടിയാണ് ചെന്നൈ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എക്സ്പ്രസ് അവന്യൂ ആണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഗെയിമിംഗ് ആർക്കേഡുള്ള മാൾ ഇതാണ്. നിരവധി ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ തുണിത്തരങ്ങളും ഹാംലിയുടെ കളിപ്പാട്ട വിൽപ്പന കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. കുട്ടികൾക്കായി ഫൺ സിറ്റി സെക്ഷനും ബമ്പർ കാർ തുടങ്ങിയ ഗെയിമും സംവിധാനങ്ങളും ലഭ്യമാണ്. പിസ്സ ഹട്ട്, KFC തുടങ്ങിയ ലോക പ്രശസ്ത ഫുഡ് കോർട്ടുകളും ഇവയ്ക്ക് പുറമെ മൾട്ടി കുഷ്യൻ സൗകര്യമുള്ള ഫുഡ് കോർട്ടുമുണ്ട്. സത്യം സിനിമാസിന്റെ 8 സ്ക്രീനുകളുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററും പ്രവർത്തിക്കുന്നുണ്ട്. സിനിമയും കണ്ട് ഭക്ഷണവും കഴിച്ച് ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ച് പിറ്റേന്ന് അവർ പോയത് സ്പെൻസർ പ്ലാസയിലേക്കായിരുന്നു. ഒരു കാലത്ത് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ മാളായിരുന്ന സ്പെൻസർ പ്ലാസയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മാൾ. അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടു. പിന്നെ നേരെ പോയത് കിഷ്കിന്ദ അമ്യൂസ്മെന്റ് പാർക്കിലേക്കായിരുന്നു. പാർക്കിലൊന്നും പോകാൻ വലിയ താല്പര്യമില്ലാതിരുന്ന മേഘയെ സിദ്ധാർത്ഥ് നിർബന്ധിച്ചാണ് കൂട്ടിക്കൊണ്ടുപോയത്. വളരെ പ്രകൃതി രമണീയവും പച്ചപ്പും മാറുന്ന ഇവിടെ ഫൗണ്ടൈനുകളുടെ കാഴ്ചയും ശാന്തതയും ഒരു പാർക്കിലാണെന്ന തോന്നൽ ജനിപ്പിക്കില്ല. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ റൈഡുകളും മറ്റും മേഘ ആസ്വദിച്ചു തുടങ്ങി. കൊച്ചുകുട്ടികളെ പോലെ ആർത്തുല്ലസിച്ചാണ് രണ്ടുപേരും അവിടെ നിന്ന് തിരികെ പോകുന്നത്. പിറ്റേന്ന് രാവിലെ കുളിച്ച് ഭക്ഷണം കഴിച്ച് വേടത്തങ്കൽ പക്ഷി സംഘത്തിലേക്കും പിന്നീട് വണ്ടലൂർ മൃഗശാലയിലേക്കും പോയി. അങ്ങനെ ആകെ മൊത്തം ഒരാഴ്ചയോളം അവർ സ്ഥലങ്ങളിൽ കറങ്ങിയും വെറൈറ്റിയാർന്ന ഭക്ഷണങ്ങൾ ആസ്വദിച്ച് നടന്നു. ഇതിനിടയിൽ വൈദേഹി എന്ന അധ്യായം രണ്ടുപേരും പൂർണ്ണമായും മറന്നുപോയിരുന്നു. നേരത്തെ ജോലിയിരുന്ന കമ്പനിയിൽ കുറച്ച് വർക്ക് കൂടെ ബാക്കിയുണ്ട്. എന്തായാലും കുറച്ചുനാൾ ചെന്നൈയിൽ നിൽക്കണം. അതുകൊണ്ട് വെറുതെ നിൽക്കേണ്ടെന്ന് കരുതി സിദ്ധാർത്ഥ് വീണ്ടും കമ്പനിയിൽ റീജോയിൻ ചെയ്തു. 10 മണിയോടെ ഓഫീസിലേക്ക് പോയാൽ 5 മണിയാകുമ്പോഴേക്കും തിരികെ ഫ്ലാറ്റിലേക്ക് എത്താം. സിദ്ധാർത്ഥ് പോയി കഴിഞ്ഞാൽ തന്റെ ബേക്കിംഗ് പരിപാടികളും മറ്റു കലാവിരുദ്ധമൊക്കെയായി മേഘയും ബോറടി ഏതുമില്ലാതെ അവിടെ കഴിച്ചുകൂട്ടി. സമാധാനപരവും സന്തോഷകരവുമായ ഒരു പുതിയ ജീവിതം പരസ്പരം ജീവനായി സ്നേഹിച്ചു മേഘയും സിദ്ധാർത്ഥും ആവോളം ആസ്വദിച്ചു തുടങ്ങി. 2 ആഴ്ചയോളം കഴിഞ്ഞു. സിദ്ധാർത്ഥും മേഘയും തിരികെ തറവാട്ടിലേക്ക് വന്നില്ല. വൈദേഹിക്ക് തന്റെ മാനസിക നില ആകെ തെറ്റുന്ന പോലെ തോന്നി തുടങ്ങി. കാര്യങ്ങൾ ഇവിടം കൊണ്ടെത്തിച്ചിട്ട് പൂർത്തിയായില്ലെങ്കിൽ വലിയ ശിക്ഷ താൻ അനുഭവിക്കേണ്ടി വരും. ആ ഓർമ്മ തന്നെ അവളിൽ ഭീതി ഉണർത്തി. അങ്ങനെ ഇരിക്കെയാണ് ജീവൻ അവളെ വിളിച്ചത്. കൈയൊടിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായി രണ്ടുപേർക്കും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ പ്ലാസ്റ്റർ അഴിച്ചു. അത് കേട്ടപ്പോൾ തന്നെ വൈദേഹിക്ക് എന്തൊക്കെയോ മോഹങ്ങൾ വന്ന് തുടങ്ങി. പക്ഷേ വിളിച്ചുടനെ തന്നെ ജീവന്റെ പ്രാരാബ്ദം പറച്ചിൽ തുടങ്ങിയപ്പോൾ ഫോൺ കട്ട് ചെയ്ത് എങ്ങോട്ടെങ്കിലും ഓടാൻ തോന്നിയെങ്കിലും വൈദേഹി പല്ലുകടിച്ചെല്ലാം കേട്ടു നിന്നു. പെട്ടെന്നാണ് അവൾ ആവണിയുടെ കാര്യം ഓർത്ത്. ഇതുവരെയും ഇവൻ അവളുടെ ഗർഭത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലല്ലോ. ഇത് തന്നെ പറ്റിയ അവസരം. ഞാനിപ്പോ എന്റെ കയ്യിലുള്ള പൈസയൊക്കെ എടുത്തു തന്നിട്ട് എന്നെ പെരുവഴിയിലാക്കാനാണോ നിന്റെ ഉദ്ദേശം ജീവ? അതെന്താ അങ്ങനെ ചോദിച്ചു? കാര്യം മനസ്സിലാവാൻ ജീവൻ ചോദിച്ചു. നീ എന്താ ജീവ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? നമ്മുടെ ബന്ധത്തിന് എന്തു പേരാണ് നീ വിളിക്കുക? നമ്മൾ തമ്മിൽ വെറും സൗഹൃദമാണോ? വെറും സൗഹൃദോ? വൈദേഹിയുടെ ചോദ്യം കേട്ട് ജീവനെന്ന് ഉറക്കെ ചിരിച്ചു. എടി കള്ളി, നീ എന്നെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കരുത്. നമ്മൾ തമ്മിൽ അങ്ങനെയാണോ ഡി? വെറും സൗഹൃദം ഉണ്ടായിട്ടാണോ? ജീവൻ അർത്ഥം വെച്ചൊന്ന് മൂളിയപ്പോഴും അപ്പുറം നിശബ്ദമായിരുന്നു. ഹലോ വൈദേഹി, നീ പോയോ? അപ്പുറന്ന് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ ജീവൻ ചോദിച്ചു. അപ്പോഴും മറുപടിയൊന്നും വന്നില്ല. പകരം ഒരു തേയും കരച്ചിലാണ് കേട്ടത്. വൈദേഹി, എന്തുപറ്റി? എന്തിനാ നീ കരയുന്നത്? ജീവൻ ആദ്യയോടെ ചോദിച്ചു. കരയാതെ പിന്നെ ഞാൻ ആരാ ജീവന്റെ? എന്തുറപ്പിലാ ഞാൻ മുന്നോട്ട് ജീവിക്കുന്നത്? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? നീ എനിക്ക് ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടാണോ അറിയാൻ? വേണം. ജീവന് ഭാര്യയുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുഞ്ഞും വരും. അപ്പോൾ പിന്നെ ഞാൻ ആരായി? ജീവന്റെ വെപ്പാട്ടിയോ? വൈദേഹി! ജീവൻ ഉറക്കി അലറി. കാര്യം കളിയായിട്ട് തുടങ്ങിയ ബന്ധമാണെങ്കിലും ഇപ്പോൾ വൈദേഹി ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ജീവന് ചിന്തിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്.
ആരെ ബോധിപ്പിക്കാനാ ജീവൻ അലർന്ന്? എന്നെയോ? വേണ്ട, എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവൻ അലറേണ്ട ആവശ്യമില്ല. എനിക്കെല്ലാം അറിയാം. കുറച്ച് കഴിയുമ്പോൾ ജീവൻ എന്നെ ഒരു കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ് കളയും. അതും പറഞ്ഞ് വീണ്ടും വൈദേഹി കരയാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് അവളുടെ ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ ജീവൻ അറിയുന്നത്. ജീവന് തല പെരുത്തു തുടങ്ങി. ഇവളെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? കല്യാണം കഴിച്ച് ജീവിക്കുന്നതൊക്കെ എത്ര വ്യക്തമായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞതാണ്. വൈദേഹി, ഞാൻ നിന്നെ ഇങ്ങോട്ട് വലിച്ചെറിയുന്ന കാര്യം നീ പറയുന്നത്? അവൾ നമ്മൾ ഒഴിവാക്കാൻ പോവല്ലേ? പിന്നെ കുഞ്ഞ്, അതിനുടൻ തന്നെ അബോർട്ട് ചെയ്യും. അതോടുകൂടി പൂർണ്ണമായിട്ട് ആ ശല്യം ഒഴിവാവും. പിന്നെ ഞാനും നീയും തമ്മിലുള്ള ജീവിതം മുന്നോട്ടുകൊണ്ടുപോകാൻ എന്ത് തടസ്സമുള്ളൂ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുഖമായിട്ട് ജീവിക്കും. കരയാതിരിക്കും വൈദേഹി. എനിക്ക് നിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നെഞ്ച് വിങ്ങുക. എത്ര നാളായി ജീവൻ ഇതും പറഞ്ഞതിനെ പറ്റിക്കുന്നു. ദിവസം ചെല്ലുന്നവർ ആ കുഞ്ഞവിടെ വയറ്റിൽ കിടന്ന് വലുതായിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുന്നവർ അതിനില്ലാതാക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അവസാനം അബോർഷൻ ചെയ്യാൻ പറ്റാതെ കുഞ്ഞിനെ അവൾ പ്രസവിക്കും. കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ജീവൻ എന്നെ ഉപേക്ഷിച്ച് കളയും. വൈദേഹിയുടെ സംസാരം കേട്ട് ജീവൻ വാ തുറന്നിരുന്നു പോയി. നീ എന്നെ ഇങ്ങനെയാണ് വൈദേഹി മനസ്സിലാക്കിയിരിക്കുന്നത്? അതെ, ഇങ്ങനെ തന്നെയാ. ഇത് തന്നെയാ സംഭവിക്കാൻ പോകുന്നു. ജീവനൊന്ന് ദീർഘനിശ്വാസം ഉതിർത്തു. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കളയണം, അത്രയല്ലേ ഉള്ളൂ. ജിനിയുടെ കല്യാണമൊക്കെ ആയതുകൊണ്ടാണ് വൈദേഹി ഞാൻ അതിന്റെ പിന്നാലെ പോകാതിരുന്നത്. ഇപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞല്ലോ. ഇന്ന് തന്നെ ഞാൻ അവളോട് സംസാരിക്കാം. ഇനിയിപ്പോൾ അവൾ സമ്മതിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും അവളെ ഞാൻ പിടിച്ചു വലിച്ചുകൊണ്ടുപോയി ഉറപ്പായിട്ട് അബോർട്ട് ചെയ്യിപ്പിക്കും. ഇതെന്റെ വാക്കാ. ഇപ്പൊ എന്റെ വൈദേഹി കുട്ടിക്ക് സമാധാനമായോ? ജീവൻ പറഞ്ഞു കേട്ടപ്പോൾ വൈദേഹിയുടെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. സമാധാനമായിട്ടൊന്നുമില്ല. ഏതാനും പറഞ്ഞ കാര്യം ആദ്യം ചെയ്തുവാ, എന്നിട്ട് തീരുമാനിക്കാം സമാധാനമായോ ഇല്ലയോ എന്ന്. അവൻ പറഞ്ഞ് വൈദേഹി ഫോൺ കട്ട് ചെയ്തു. ജീവൻ പിന്നെ അവളെ തുടരെ വിളിച്ചെങ്കിലും വൈദേഹി കോൾ എടുത്തേയില്ല. പകരം കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മാത്രം മതി, ഇനി എന്നെ വിളിച്ചാൽ മതി എന്ന് മെസ്സേജ് അയച്ചിട്ടു. അത് കണ്ടപ്പോൾ ജീവൻ പിന്നെ അവളെ വിളിച്ചില്ല. അവൾ പറഞ്ഞ പോലെ ആവണിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി അവളെ വിളിക്കുകയുള്ളൂ എന്ന് അവനും തീരുമാനിച്ചു. രാത്രിയിൽ പതിവ് പോലെ നന്നായി മദ്യപിച്ചാണ് ജീവൻ വീട്ടിലേക്ക് ചെന്ന്. ആവണി ആ സമയം അടുക്കളയിൽ നല്ല ജോലിയിലായിരുന്നു. ജിനി കല്യാണം കഴിഞ്ഞ് പോയതിൽ പിന്നെ ആവണിക്ക് ജോലി ഭാരം നല്ല കൂടുതലാണ്. ജിനി ഉണ്ടായിരുന്നപ്പോൾ അവളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ നന്നായി ജോലി എടുക്കുമായിരുന്നു. ആവണിക്ക് നല്ലൊരു ആശ്വാസവുമായിരുന്നു. ദൈവം സഹായിച്ച് ഛർദി, തലകറക്കം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ കുറെ സമയം ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ശ്വാസമുട്ടൽ വരും. അത് മാറിക്കിട്ടാൻ പിന്നെ വല്ലാത്ത പാടാണ്. സുമതിയാണെങ്കിൽ കൃത്യസമയത്ത് ഡൈനിങ് ടേബിൾ ഭക്ഷണപാത്രങ്ങൾ കാണാതാവുമ്പോൾ ആവണിയെ ചീത്ത വിളിക്കാനായി മാത്രമേ അടുക്കളയിലേക്ക് വരികയുള്ളൂ. നിങ്ങളെന്താ ഉറങ്ങിയില്ലേ? വന്നു കയറുമ്പോൾ ദേഷ്യത്തോടെ തന്നെയും കൂർപ്പിച്ച് നോക്കിയിരിക്കുന്ന സുമതിയെ നോക്കി അതിലും ദേഷ്യത്തോടെ ജീവൻ ചോദിച്ചു. ഞാൻ ഉറങ്ങിയാ പിന്നെ നിന്നെ എനിക്ക് കാണാൻ പറ്റുമോ? നേരം വെളുക്കുമ്പോ തന്നെ നീ ഇവിടുന്ന് പോയില്ലേ? ആ, ഇപ്പൊ കണ്ടല്ലോ, ഇനി എഴുന്നേറ്റ് പൊക്കൂടെ? ജീവൻ പുച്ഛത്തോടെ ചോദിച്ചു. അത് കേട്ടപ്പോൾ സുമതി സടകുടഞ്ഞ് എഴുന്നേറ്റു. എടാ, നിനക്ക് വല്ല വിചാരമുണ്ടോ? ഒരു പെണ്ണിനെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞു. ഇതുവരെ അവരുടെ വീട്ടിലേക്ക് സാധനങ്ങളായിട്ട് നമ്മൾ വിരുന്നിന് പോയോ? ജിനിയുടെ അമ്മായിയമ്മ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്നാ അങ്ങോട്ട് ചെല്ലുന്നതിന് ചോദിച്ചിട്ട്. ഓ, അതായിരുന്ന കാര്യം. പോയേക്കാം, നമുക്ക് നാളെ തന്നെ വിരുന്നിന് പോവാം. തലയൊന്ന് പ്രത്യേക രീതിയിൽ ആട്ടിക്കൊണ്ട് ജീവൻ പറഞ്ഞപ്പോൾ സുമതി അവന്റെ തോളിനിട്ടൊന്ന് തട്ടി. അയ്യടാ, പോയേക്കാം. എത്ര പെട്ടെന്ന് അവൻ പറഞ്ഞിരുത്ത്. അതെ, അവിടേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോയാൽ പോരാ, കൈ നിറയെ സാധനങ്ങൾ വേണം. അലമാരയൊന്ന് വാങ്ങണം, അത് നല്ല മരത്തിന്റെ നോക്കി വാങ്ങണം, അല്ലെങ്കിൽ അതിന്റെ നാണക്കേട് അവൾക്കാ. പിന്നെ അവിടെ റൂമിൽ AC ഇല്ലെന്ന് അവൾ പറഞ്ഞ് AC വാങ്ങണം. ബാക്കി ഉപകരണങ്ങളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് അതൊന്നും വാങ്ങേണ്ട. പക്ഷെ അതിനൊക്കെ കണക്കായി കറക്റ്റിൽ കാശ് കൊടുക്കേണ്ടി വരും. സുമതിയുടെ പുതിയ ആവശ്യങ്ങൾ കേട്ട് ജീവൻ പല്ലുകടിച്ച് നിന്നു. ഇതെന്താണ്? ഇത് കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞ് വിചാരിച്ചു അതോടുകൂടി ആ ശല്യം കഴിഞ്ഞു എന്ന്. ഇനിയും ചെലവോ? ഇതെന്താ ആർത്തിയാ? ഇതൊക്കെ നാട്ടടപ്പാ ചെറുക്ക. എന്നാൽ അവർക്ക് ഇത്തിരി ആർത്തി കൂടുതലാ, അത് പറയാതെ വയ്യ. അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മായിമ്മമാര് മരുമോളുടെ വീട്ടിൽ നിന്ന് വിരുന്നിന് ചെല്ലാതാവുമ്പോ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കോ? വെറുതെ വിളിക്കുകയാണെങ്കിൽ സ്നേഹത്തോടെയാണെന്ന് കരുതാം. ഇത് സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നില്ലെന്ന് അവർ തുറന്ന് ചോദിച്ചു. അവരുടെ ചോദ്യം കേട്ട് ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയി. നാണില്ലാത്ത കൂട്ടങ്ങള്. സംഗീതിന്റെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞ് സുമതി അവജ്ഞതയോടെ തലകുടഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന ആവണി ചിരി അമർത്തി പിടിച്ച് നിൽക്കുകയായിരുന്നു. നല്ല ആളാണ് ഈ പറയുന്നത്. തന്റെ വീട്ടിൽ നിന്ന് ഇതുപോലെ വിരുന്ന് വരാൻ വൈകിയപ്പോൾ തന്റെ അമ്മയെ ഫോൺ ചെയ്ത് ചീത്ത വിളിച്ച ആളാണ്. നിങ്ങളിങ്ങനെ ഓരോന്ന് വന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്ന? എന്റെ കയ്യിൽ ഇനി 10 പൈസയിലെടുക്കാൻ. നിങ്ങൾ കൂടി ഇനി എന്താന്ന് വെച്ച് ചെയ്യ്. ജീവൻ സൂത്രത്തിൽ കൈയൊഴിഞ്ഞു. പക്ഷെ അതിലും സൂത്രക്കാരിയായ സുമതി പിടിവിടോ ഇല്ല. ഹാ, നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ? നീയല്ലേ ഈ ആലോചന കൊണ്ടുവന്നത് നടത്തിയതല്ല? പിന്നെ നീയല്ലേ പറഞ്ഞ് അവർ കൊണ്ട് നിനക്കൊന്നോ കാര്യമുണ്ടെന്നൊക്കെ? എന്തെങ്കിലും കാര്യമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ അങ്ങോട്ടേക്ക് കാശെറിയണം, അല്ല ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നീ ആലോചിച്ച് തീരുമാനം എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. ഇനി അവരെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കാൻ നിൽക്കണ്ട. പറഞ്ഞില്ലാന്ന് വേണ്ട. തന്റെ തലയിലേക്ക് ഇട്ടുന്ന കാര്യം അതിമനോഹരമായി സുമതി ജീവന്റെ തലയിലേക്ക് തന്നെ ഇട്ടുകൊടുത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.